ഹായ് ഫ്രണ്ട്സ്, ചെറുപഴം മുത്താറിയും വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം ആയാലോ. ഇത് കാണാൻ നല്ല മൊഞ്ചേനി, കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റേനി കേട്ടോ. അപ്പം ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. വീട്ടിൽ ഞാലിപ്പൂവിൻ്റെ കൊല വെട്ടിയപ്പോഴേ അതിൽ കുറേ പഴം ഇങ്ങനെ ഓവർ പഴുത്തുകാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതുകൊണ്ട് എന്തെങ്കിലും സാധനം ഒപ്പിക്കണമല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ തോന്നിയത് കേട്ടോ. ആദ്യം തന്നെ 1.5 പീസ് ശർക്കര എടുത്തിട്ട് അതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ചായപാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. പഴുപ്പ് ഓവറായിട്ടാണ് ഈ തോലിനൊക്കെ പഴുത്തുമെന്ന് പോരാൻ ഭയങ്കര മടിയേനി. കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് പഴുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കി കൊടുക്കുക. നിങ്ങൾ മിക്സിയിലൊന്നിട്ട് അടിക്കരുത് കേട്ടോ. പിന്നെ സ്മാഷർ വെച്ചിട്ട് പ്രസ് ചെയ്താലും മതി. എനിക്ക് സ്മാഷർ വെക്കണേക്കാളും എളുപ്പം ഇങ്ങനെ ഫോർക്കാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അങ്ങനെ പഴം നന്നാക്കി പേസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര മുത്താറിപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെ മുത്താറി എന്നല്ലേ പറയാം. ഞങ്ങളൊക്കെ മുത്താറി എന്നാണ് പറയണമെന്നുണ്ടെങ്കിലും അടുത്തുള്ളവരൊക്കെ കേൾക്കാം ചായന്നോ വേറെ എന്തൊക്കെയോ പേര് പറയണം. അപ്പോൾ നിങ്ങളിതിന് എന്തൊക്കെ പേരാണ് പറയലെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു ലേശം തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. രാവിലെ ഇക്കയും കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോണ തിരക്കിലാവുമ്പം തേങ്ങ നമുക്ക് ഫുള്ള് ചിരകാൻ കഴിയൂലല്ലോ. അപ്പോൾ ഞാൻ ഇക്കനെ കൊണ്ട് തേങ്ങ ഇതേപോലെ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണമാണ് കേട്ടോ. അപ്പോൾ അതിന് ലേശം ഇട്ട് കൊടുത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്തിരി ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ. ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ചിട്ടുള്ള ശർക്കര ഉരുക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു അരിപ്പ വെച്ചിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം കുറേ ഒഴിച്ചിട്ട് വെള്ള രൂപത്തിലാക്കരുത്. കുറച്ച് നമുക്കിത് കുഴച്ചെടുത്തിട്ട് ഒരു മാവ് പരുവത്തിൽ, ചപ്പാത്തി മാവ് പരുവത്തിലാക്കാണ് കേട്ടോ ആക്കേണ്ടത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി വരെയാക്കിയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ പഴം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ ആ ഒരു നനവും ഈ ശർക്കര ഉരുക്കേൻ്റെ നനവും കൂടി ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിലാവണം. അഥവാ നിങ്ങൾക്ക് കുറച്ച് നനവ് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി മുത്താറിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ മതി. നിങ്ങളെ കയ്യിൽ ചെറുപഴം ഇല്ലയെന്നുണ്ടെങ്കിലും ഈ റെസിപ്പി ചെയ്യാം. അപ്പോൾ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് അതിൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. മുത്താറിൻ്റെത് മാത്രം മുന്നിട്ട് നിൽക്കും. അപ്പോൾ കുഴച്ചിട്ട് നമ്മൾക്ക് നനവാണ് പോരായെന്നുണ്ടെങ്കിൽ ശർക്കര അഥവാ പൊടിയാണ് പോരായെന്നുണ്ടെങ്കിൽ മുത്താറിപ്പൊടി എന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ഒരു മാവ് രൂപത്തിലാക്കുക. ഇനി ഇത് നമ്മൾ കയ്യിൽ പിടി എടുത്തിട്ട്, ഞാൻ ശരിക്കും വെളിച്ചെണ്ണ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കയ്യിൽ ഇതിങ്ങനെ കിട്ടുന്നുണ്ട്. കയ്യിലിങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഷേപ്പാക്കി മാറ്റാം. അപ്പോൾ ഞാനിതൊരു പിടി എന്നുള്ള രീതിയിലാണ്, നമ്മൾ കോഴിപ്പിടി എന്നൊക്കെ ഉണ്ടാക്കൂലേ, ഈന്തുംപിടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിടി എന്നുള്ള ആ ഒരു ഷേപ്പിലേക്കാണ് ഇത് മോൾഡ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് സാധാരണ നമ്മുടെ ആവിയിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇതൊരു ഇഡ്ഡലി സ്റ്റീമറിൽ വെച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ ഓരോ കുഴിയിൽ 2 എണ്ണം വീതം വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. ആ തട്ടിൽ വേണമെങ്കിൽ എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 to 15 മിനിറ്റാണ് വേണ്ടത്. ഞാനൊരു 10-12 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. കാരണം തീരെ വേവിക്കാത്തതായതുകൊണ്ട് നല്ല വേവ് വേണം. ആവിയിലായതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ വെന്തപ്പോൾ നല്ലോണം കളറൊക്കെ മാറി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വേവിച്ച് കഴിഞ്ഞ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ടോട്ടലി മാറി നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുത്താറിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല. അങ്ങനെ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത്ര ടേസ്റ്റ് ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ലേന് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഉള്ളൊക്കെ അത് നല്ലതായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തിയുമാണ്, എന്നാലും നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. നമ്മൾ എണ്ണ ഒന്നും യൂസ് ചെയ്യാതെ ഇപ്പം കൊളസ്ട്രോൾ ഉള്ളവർക്ക്, പ്രഷറുള്ളവർക്ക് ഒക്കെ അത് പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ആ ശർക്കര ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. പഴത്തിൻ്റെത് മാത്രം ആ ഒരു മധുരം കിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടിയൊക്കെ അല്ലെങ്കിൽ സ്നാക്സ് ആക്കിയിട്ട് സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളിത് മറക്കാതെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങളെ ഓരോ കമൻറ്റ്സും എനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.